പിണറായി ആയിരുന്നു ശരി. പിണറായി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രളയ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ക്യാമ്പയിൻ ആയിരുന്നു ഇത്. നമുക്കറിയാം കുട്ടി സഖാക്കൾക്ക് തന്നെയാണ് ഈ ക്യാമ്പയിൻ വിട്ടിരുന്നതും എല്ലാ വീഡിയോയുടെയും കമന്റിന്റെ അടിയിലും ഇതായിരുന്നു. ഇന്ന് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അതായത് ദുരന്ത നിവാരണത്തിൽ സർക്കാരിന് ഭയങ്കരമായിട്ട് വീഴ്ച വരുത്തി. താൻ 2018 നടത്തി ആ ഒരു അത്രയും വന്നില്ല, ജനങ്ങൾക്ക് ഭീതി പടർത്തി എന്നൊക്കെ രീതിയിലുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു ഇന്ന് പിണറായി വിജയൻ നടത്തിയത്. അപ്പം ഇപ്രാവശ്യത്തെ ദുരന്ത നിവാരണം ഭയങ്കര മോശമായിരുന്നു. ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു, ഇതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് പ്രളയമുണ്ടായത് എന്നിവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ തോറ്റ സഖാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അതിനും വലിയ പാടാണ് എന്ന് പറയുന്നത് പോലെയാണ് ചില കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്, അതിൽ ആർക്കും തർക്കമില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് പ്രളയങ്ങൾ ഏറ്റവും കൂടുതലും കേരളത്തിൽ ഉണ്ടായത്, അതിലും തർക്കമൊന്നുമില്ല. ഈ പ്രളയത്തിന് വേണ്ടി, പ്രളയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കോടികൾ ചെലവാക്കി പോയതും ഇതേ സർക്കാർ തന്നെയാണ്. റൂം ഫോർ റിവർ എന്ന് പറയുന്ന പദ്ധതി സഹിതം വലിയ രീതിയിൽ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് നെതർലൻഡിലും അവിടെയും ഇവിടെയും എല്ലാം സർക്കാർ ഊരുതെണ്ടി വന്നത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായോ? വീണ്ടും ഉണ്ടായി. എന്നാണ് ഉണ്ടായത്? ഈ സർക്കാർ അധികാരത്തിൽ ഏറ്റ ഉടനെ തന്നെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇതിൽ കഴിഞ്ഞ ദിവസം PC വിഷ്ണുനാഥൻ്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മാസക്കാലം മുമ്പ് തന്നെ, അതായത് മഴ സമയം ഉണ്ടാകുമെന്ന് അറിയിപ്പുണ്ടാകുന്ന സമയം തൊട്ട് തന്നെ ക്യാമ്പുകൾ, അതായത് ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് മുന്നേ തന്നെ ക്യാമ്പുകൾ കണ്ടെത്തി വെക്കാനും അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ പെട്ടെന്ന് തന്നെ ദുരിതബാധിതരെ അവിടേക്ക് എത്തിക്കാൻ സാധിച്ചത്. പിന്നെ ഇതിനകത്ത് സർക്കാർ അല്ലെങ്കിൽ ജനങ്ങളല്ല, ചില സഖാക്കന്മാർ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, പ്രളയം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്നു. പ്രളയം നടന്ന് സാഹചര്യം നമുക്കറിയാം, അവിടേക്ക് അതിലെ സൗകര്യങ്ങൾ എത്തിക്കാൻ പോകുന്ന ഒരു ഘട്ടവും നമുക്കറിയാം. അത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ആദ്യത്തെ ദിവസം സൗകര്യങ്ങൾ എത്തിക്കാൻ ആരെ കൊണ്ടാണ് കഴിയുക? കാരണം പ്രളയമാണ് മുന്നിൽ, മുഴുവൻ വെള്ളമാണ്. ഈ വെള്ളങ്ങളെ അതിജീവിച്ച് വേണം, ഈ വെള്ളക്കെട്ടുകൾ അതിജീവിച്ച് വേണം ഇവിടേക്ക് സൗകര്യങ്ങൾ എത്തിക്കാൻ. ഇതിലേക്ക് വലിയ ക്യാമ്പയിനുകൾ പല സഖാക്കന്മാരും ഇതിലേക്ക് ഇടകലർത്തി വിടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ചില അമ്മമാരെ കൊണ്ട് പ്രസ്താവനകൾ പറയിപ്പിക്കുക. ബിജിലി മോനോ അങ്ങനെ ആരോ ആയിരുന്നു, അത് പിന്നീട് വലിയ വിഷയത്തിലേക്ക് പോകുന്നു. അമ്മ പിന്നെയും മാറ്റി പറയുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ക്യാമ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആദ്യത്തെ ദിവസം തന്നെ വലിയ ഊണും ബഹളവും എല്ലാം കൊടുത്ത്, അപ്പോൾ ഈ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഓണം പോലെയാണ് ആഘോഷിച്ചത് എന്നൊക്കെ. അപ്പോൾ ഓണം പോലെ ആഘോഷിച്ചത് എത്ര ദിവസത്തിന് ശേഷമാണ് എന്ന് നമ്മൾ അറിയണം. പെട്ടെന്നാണ് പ്രളയം ഉണ്ടായത്. ആ പ്രളയക്കെട്ടിൽ ജനങ്ങൾ വലയുമ്പോൾ ആദ്യം അവർക്ക് ഭയമാണ്. പിന്നീട് അവരെ ഭയത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നു, നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നു, സൗകര്യങ്ങൾ വീണ്ടും കുറേ കൂടെ കൂട്ടുന്നു. പല ആളുകൾ, അതായത് ഓരോ സംഘടനകൾ, യുവജന സംഘടനകളാണെങ്കിലും സൗഹൃദ സംഘടനകളാണെങ്കിലും എല്ലാ സംഘടനകളും അവരെ കൊണ്ടാവുന്ന വിധത്തിൽ വലിയ രീതിയിൽ തുകകൾ സംഘടിപ്പിക്കുന്നു, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ വസ്ത്രങ്ങൾ കൂട്ടമായിട്ട് കടകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ, വീടുകളിൽ നിന്നൊക്കെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത്, ആ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടുന്ന എത്രയും വേഗം വേണ്ടുന്ന ചില ആവശ്യ വസ്തുക്കൾ അതെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം എത്തിച്ചു കൊടുക്കുന്നു. കുടിവെള്ളം, ഇപ്പോൾ നമുക്കറിയാം പ്രളയം ബാധിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നല്ല കുടിവെള്ളം പോലും കിട്ടില്ല. അപ്പോൾ കുടിവെള്ളങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആ കൂട്ടായ്മകളെ കാണാനില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ ചില സഖാക്കന്മാർ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, സഖാക്കളെ നിങ്ങൾ പോകരുത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്.
അനുഭവിക്കട്ടെ, കുത്തി കൊടുത്തതല്ലേ എന്നൊക്കെ പറയുന്ന ആളുണ്ട്. ഇവരുടെ ബോധം എന്താണ് എന്നൊരു സംശയം നമുക്കുണ്ടാവും. അതായത് പിണറായി വിജയൻ ഭരിച്ചാൽ മാത്രമേ ഞങ്ങൾ സഹായിക്കുകയുള്ളൂ, മറ്റാരെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയുന്ന ഇവരുടെ ധാർഷ്ട്യം. എന്തുകൊണ്ടാണ് ഇവർ തോറ്റുപോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ജനങ്ങൾ ഇവർ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ പിണറായി സഖാവാണ് ഭരിക്കുന്നത്, ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അപ്പോൾ ഇഷ്ടക്കാർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഇഷ്ടക്കാരായതുകൊണ്ട് ഞങ്ങൾ കൊടുത്തോളാം, നീ നിന്റെ പണി നോക്കി പോകൂ എന്ന് പറയുന്ന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഇതേ സമയമായപ്പോൾ സംഘടനകൾ പിരിക്കാൻ വേണ്ടിയിട്ട് PR വർക്കിൻ്റെ ഭാഗമായിട്ട് കമ്മൽ ഊരി കൊടുക്കുന്ന ആളുകളെയും വളയും മാലയും ഊരി കൊടുക്കുന്ന ആളുകളെയും വസ്തു വിറ്റ് കൊടുക്കുന്ന ആളുകളുടെയൊക്കെ പടങ്ങൾ പ്രളയകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ആരെയും കാണാൻ കഴിയില്ല. ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള PR വർക്കുകൾ കാണാത്തത്? ഇത് സംഭവിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദുരന്തം കഴിഞ്ഞ് ഉടൻ തന്നെ VD സതീശൻ ഇവർക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതായത് അടിയന്തരമായി തന്നെ ദുരിതാശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടുന്ന പണം, ഇപ്പോൾ ദുരിതാശ്വാസ ഫണ്ടുകൾ, അതിന് വേണ്ടിയിട്ടുള്ള പണം, വീട് നഷ്ടപ്പെട്ടവർക്ക് ഇത്ര രൂപ, കന്നുകാലി നഷ്ടപ്പെട്ടവർക്ക്, കച്ചവടം പോയവർക്ക് അതെ ഇത്ര രൂപ, കന്നുകാലികളെ നഷ്ടപ്പെട്ടവർക്ക് ഇത്ര രൂപ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, കാർഷിക മേഖലയിൽ 25% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് കാർഷിക മേഖലയിൽ ഇത്രത്തോളം ഒരു വർധനവ് ദുരിതാശ്വാസ മേഖലയിൽ നശിച്ചു പോകുന്ന കർഷകരുടെ കൃഷികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്, നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകരുത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ CPM ഏറ്റവും കൂടുതലും ഇപ്പുറത്ത് കുത്തിത്തിരുക്കാൻ നോക്കിയത് VD സതീശൻ്റെ യാത്രകളാണ്. ഇപ്പോൾ VD സതീശൻ്റെ യാത്രകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ മീ എ കോഫി. അതിനു മുമ്പിട്ട് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് അവിടെ പ്രളയം നടക്കുമ്പോൾ ഇവിടെ ബിരിയാണി വെട്ടി വീഴുന്നു, ചിക്കൻ കാല് വെട്ടി വീഴുന്നു. അതിനെ പറ്റിയെന്ന് പറഞ്ഞിരുന്നു, ഞാൻ അന്ന് കഴിച്ചിരുന്നു. പക്ഷേ സമയോചിതമായുള്ള ചിന്തിച്ച് വേണം നടത്താൻ. VD സതീശൻ ചെയ്ത തെറ്റാണ്, ഇത്രയും ആർഭാടമായിട്ടൊന്നും ചെയ്യരുതായിരുന്നു എന്നായിരുന്നു പിണറായിയുടെ അഭിപ്രായത്തിൽ. അല്ല, ഇതാണ് വിഷയം. പിണറായി വിജയൻ എന്താണ് പറയുന്നത്? VD സതീശൻ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ സഖാവ് എന്തായിരുന്നു, 7 മണിക്ക് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇവിടെ എന്താണ്, ദുരിത മേഖലയിൽ എല്ലാ മന്ത്രിമാരും ഉണ്ട്, അവിടെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർക്കാർ സംവിധാനം അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ കാലത്തെ പോലെ യുവജന സംഘടനകളോ മറ്റ് സംഘടനകളോ ഒന്നുമല്ല, കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള യോഗങ്ങളുണ്ടായി, 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ടുള്ള യോഗങ്ങളുണ്ടായി, കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ടായി, അവിടെ കൃത്യമായിട്ടുള്ള ക്യാമ്പുകളുണ്ടായി. ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ. ഇത്തരത്തിലുള്ള ഇടങ്ങളിലേക്കാണ് പനിയും മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ളൂ. അതുമാത്രമല്ല, പ്രളയവുമായി ബന്ധപ്പെട്ട് ഈ ദുഷിച്ച വെള്ളത്തിലൂടെ ആയിരിക്കും ഇവരെല്ലാം വന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന അണുബാധകൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ക്യാമ്പുകൾ തയ്യാറാക്കുന്നു, മറ്റു കാര്യങ്ങൾ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ വശത്ത് ഇത്തരത്തിലുള്ള കഴിച്ചത് ചിക്കൻ കാലല്ലേ അതോ ബീഫിൻ്റെ കാലാണോ എന്നുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ വലിയ ചിക്കൻ കാലൊക്കെ കടിച്ചു പറിക്കുന്ന VD സതീശൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വിടുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് കാപ്പിക്കട ഉദ്ഘാടനത്തിന് പോയി. ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ സൃഷ്ടിച്ചൊരു വാർത്തയാണ്. ഇതാ ദുരന്തമുഖത്ത് ആളുകൾ കഷ്ടപ്പെടുമ്പോൾ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഏകദേശം 15 നിമിഷം മാത്രമാണ് അദ്ദേഹം അവിടെ ചെലവഴിച്ചത്. അതായത് ഇവിടേക്ക് പോകുന്ന കൂട്ടത്തിൽ അവിടെ വന്ന് ഒരു ഉദ്ഘാടനം നടത്തി. നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 1-2 കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ അവിടെ പോയി സൽക്കാരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, ഒരേ ദിവസം പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ എടുത്ത് വന്ന വിവാദമായിരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് പൊളിച്ച് VD സതീശൻ കൈ കൊടുത്തിട്ടുണ്ട്. സഖാക്കളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു തിളപ്പ് മാത്രമേ ഉള്ളൂ. പിന്നീട് VD സതീശൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വായടച്ച് മിണ്ടാതിരിക്കും. ഇനി നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ നോക്കിക്കോളൂ, നിയമസഭയിൽ ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ അവിടെ അടങ്ങി പൂച്ചകളെ പോലെ ഒതുങ്ങിയിരിക്കുന്ന പിണറായി വിജയനും കൂട്ടരായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ തോമസ് ഐസക് VD സതീശൻ കള്ളനാണ്, കള്ളത്തരം പറയുകയാണ്. നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അവസാനം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന പ്രതിപക്ഷത്തെയാണ് കാണാൻ കഴിയുന്നത്. ഇതാണ് യഥാർത്ഥ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങി ഇവർക്കെല്ലാം എല്ലാം പറയാം. പക്ഷെ നിയമസഭയിൽ എന്തുകൊണ്ട് VD സതീശനെ തകർക്കാൻ കഴിയുന്നില്ല? നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ശരികളുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വി ഡി സതീശൻ അധികാരത്തിൽ വന്നതിൻ്റെ അന്ന് തൊട്ട് ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് അതിനൊക്കെ സി പി എമ്മിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം തോറ്റിട്ടും 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിട്ടും ഇപ്പോഴും അവർ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ സ്ട്രാറ്റജികൾ അതിലും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു 2 ദിവസം കൊണ്ട് തന്നെ വി ഡി സതീശൻ്റെ ഇമേജ് മൊത്തത്തിൽ നശിപ്പിച്ചു. വി ഡി സതീശൻ അധികാരത്തിൽ വന്നു, പക്ഷേ 2 ദിവസം കൊണ്ട് വി ഡി സതീശൻ്റെ ഇമേജ് നശിപ്പിക്കാൻ സാധാരണപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് വി ഡി സതീശൻ ഒരു സംഖ്യയാണ് എന്നൊരു ടാഗ് കൊണ്ടുവരാൻ കൃത്യമായിട്ട് സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വി ഡി സതീശൻ ഒരു ധിക്കാരിയാണ്, അഹങ്കാരിയാണ് എന്ന് പറയുന്നത്, വി ഡി സതീശൻ കള്ളം പറയുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ടകൾ കൃത്യമായിട്ട് ടാഗ് ലൈൻ ചെയ്ത് കൊടുക്കാൻ സി പി എമ്മിന് കഴിയുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ കഴിഞ്ഞ കാലത്തേക്കാൾ വൃത്തിയായിട്ട് എനിക്കൊന്നു ഈ 10 വർഷത്തെ കാലത്തിൽ ആദ്യത്തെ 5 കൊല്ലക്കാലം മാക്സിമം സി പി എം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, കൃത്യമായിട്ട് തിരിച്ചടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് ഇവർ ആക്റ്റീവായി. ഒരു ഇടക്കാലത്ത് വെച്ച് ഇവർക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുന്നവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ജനങ്ങൾക്ക് ഇവരോടൊരു ദേഷ്യം തോന്നി തുടങ്ങിയത്. എന്ത് പറഞ്ഞാലും ചീത്ത വിളി, ധാഷ്ട്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ സഖാക്കന്മാർക്കും കാര്യം പിടികിട്ടി. ഇനി ഇങ്ങനൊന്നും പോയിട്ട് കാര്യമില്ല, ചില പഴയ രീതിയിലുള്ള കളികൾ എടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ എന്ത് ചെയ്തു, കൃത്യമായിട്ടുള്ള പ്രൊപ്പഗണ്ടകൾ വി ഡി സതീശൻ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുന്നു. ഇപ്പുറത്തുള്ള ജനങ്ങൾ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോൾ വി ഡി സതീശൻ കാപ്പിക്കട ഉദ്ഘാടനത്തിന് പോയിരിക്കുന്നു. വി ഡി സതീശൻ കോഴിക്കാല് കടിച്ച് പറിച്ച് തിന്നുകയായിരുന്നു. എവിടെയാണ് വി ഡി സതീശൻ? ദുരിതബാധിതർ ഇവിടെ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ കുറേ കൂടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ കഴിയുന്ന ആളുകൾ. അപ്പോൾ എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരാളായിരിക്കാം, അദ്ദേഹത്തിന് തിരക്കായിരിക്കും, അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. പക്ഷേ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവരുന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും ഡിഫെൻഡ് ചെയ്ത് ഇവരുടെ വായടപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് മാറിയിട്ടുള്ളത്. ഈ 5 വർഷം കൃത്യമായിട്ട് പോകണമെങ്കിൽ അതേ വി ഡി സതീശൻ തന്നെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. മുഖ്യമന്ത്രിയായി എന്ന് കരുതി വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ നിയമസഭയിലൊക്കെയാണ്. നിയമസഭയിൽ വി ഡി സതീശനെ തകർക്കാൻ സി പി എം പെടാപ്പാട് വിടുകയാണ്. ഒരു വാക്കുകൊണ്ട് പോലും തകർക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ പുറത്ത് വി ഡി സതീശൻ പറയുന്നതിനപ്പുറത്തേക്ക് പൊളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്യാപ്സുകൾ സി പി എമ്മിൻ്റെ കയ്യിലുണ്ട്. ഒന്നിട്ടാൽ അടുത്തത്, അത് വരുമ്പോഴത്തേക്ക് അതിന് റിപ്ലൈ വരുമ്പോഴത്തേക്ക് അടുത്തത്, ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിക്കാൻ കഴിയുന്ന നല്ല മന്ത്രിമാർ കൂടെ കൃത്യമായിട്ട് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ നല്ല KPCC പ്രസിഡന്റുമാരെ നിയമിക്കേണ്ടതുണ്ട്. ഇനി കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടെ ശക്തമാക്കിയില്ലെങ്കിൽ ഈ 5 കൊല്ലക്കാലം കൊണ്ട് വി ഡി സതീശൻ്റെ ഇമേജ് ഇടിഞ്ഞു താഴും. പാർട്ടി മാറി CPM തന്നെ അടുത്ത ഭരണത്തിലേക്ക് എത്തും.